ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം. ഭജ ഗോവിന്ദം അഥവാ മോഹമുദ്ഗരം പാർട്ട് 10 സ്വാഗതം. 12-13 ശ്ലോകങ്ങളാണ് ഇന്ന് നാം എടുക്കുന്നത്. ദീനയാമിന്നൗ സായം പ്രാതഃ ശിശിരവസന്തോ പുനരായാതഃ കാലക്രീഡധിഗച്ഛത്വായോ തദഭിനമുഞ്ചത്യാശാവായോ ദീനയമാന്യൗ സായം പ്രാതഃ ശിശിരവസന്തോ പുനരായാതഃ കാലക്രീഡധിഗച്ഛത്യായുഃ തദഭിനമുഞ്ചത്യാശാവായുഃ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ദിനം സായം പ്രാത, പകലും സന്ധ്യയും രാത്രിയും, പുനരായാത വീണ്ടും വീണ്ടും വന്നും പോയും ഇരിക്കുന്നു. ഗച്ഛത്യായുഃ ആയുസ് പോയിക്കൊണ്ടേയിരിക്കുന്നു. തദപി എന്നിട്ടും, മുഞ്ചത്യാശാവായുഃ ആശകളൊന്നും ആരും കുറയ്ക്കുന്നില്ല അല്ലെങ്കിൽ ഉപേക്ഷിക്കുന്നില്ല. പകലും രാത്രിയും വൈകുന്നേരവും രാവിലെയും ശിശിരവും വസന്തവും ഋതുക്കളും എല്ലാം വീണ്ടും വീണ്ടും കാലചക്രത്തിൽപ്പെട്ട് കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അവ വീണ്ടും വീണ്ടും വന്നും പോയും ഇരിക്കുന്നു. കാലം തൻ്റെ കളി ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ അതോടൊപ്പം നമ്മുടെ ആയുസ്സും പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോ നിമിഷം കഴിയും തോറും ആയുസ്സിൻ്റെ അത്രയും സമയം നമുക്ക് നഷ്ടമാവുകയാണ് എന്ന് ആരും ഓർക്കുന്നില്ല. എന്നിട്ടും ആശകൾക്കൊരു കുറവും വരുത്താതെ, അവയെ ഉപേക്ഷിക്കാതെ വീണ്ടും വീണ്ടും ഈ കാലചക്രത്തിൽ ഭ്രമിച്ചു വശാകുന്നു. പകൽ കഴിഞ്ഞ് രാത്രിയാകുന്നു, രാത്രി പോയി പകൽ വീണ്ടും വരുന്നു. പ്രഭാതം ജ്വലിച്ച് മധ്യാഹ്നമാകുന്നു, മധ്യാഹ്നം ക്ഷയിച്ച് സായാഹ്നമാകുന്നു. നാളുകൾ നീങ്ങി മാസങ്ങളാകുന്നു, മാസങ്ങൾ കൊല്ലങ്ങളായി മാറുന്നു. കാലചക്രം ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതിൽപ്പെട്ട എല്ലാം ചതഞ്ഞ് അരയുന്നു. മഹാകാലചക്രത്തിൻ്റെ കയ്യിൽ പെടാത്തതായി ഒന്നും തന്നെ ഇല്ല. കാലം ഈശ്വരനാണ്. കാലത്തെ അഥവാ സമയത്തെ ആദരവോടെ ചിലവിടുക. സമയനഷ്ടം ജീവിതനഷ്ടമാണെന്നാണ് സായിബാബ നമ്മളെ ഉപദേശിക്കുന്നത്. ആശകൾ ഉപേക്ഷിക്കാതെ മനസ്സിന് ശാന്തി ലഭിക്കുകയില്ല. മനുഷ്യ ജന്മത്തിൻ്റെ ലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരമാണെന്ന് അറിയാതെ നശ്വരമായ ആശകളുടെ പിന്നാലെ പാഞ്ഞ് വിലയേറിയ സമയവും തദ്വാര ജീവിതവും നാം വിഫലമാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ആചാര്യസ്വാമികൾ പണ്ഡിതനായ ആ ബ്രാഹ്മണനോട് ഗോവിന്ദനാമം ജപിക്കൂ എന്ന് ഉപദേശിച്ചത്. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ശ്ലോകം 13. കാതേ കാന്താധനഗത ചിന്ത വാതുല കിം തവന സാസ്തി നിയത്ത ജഗതി സജ്ജന സംഗതിരേകാ ഭവതി ഭവാർണവതരണേ നൗകാ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. കാതേ എന്തിന്, കാന്ത ഭാര്യ, വാതുല ഹേ മൂഢ, കിം തവ നാസ്തി നിയന്ത നിനക്ക് നിയന്തമായി ഒരാളില്ലെന്നോ, നിനക്ക് സ്വന്തമായി ഒരാളില്ലെന്നോ. ഭവാർണവ തരണേ നൗക ഭവസാഗരം കടക്കുവാനുള്ള തോണി. ത്യജഗതി 3 ലോകത്തിലും, ഈ ത്രിലോകങ്ങളിലും, ത്രിജഗതി 3 ലോകത്തിലും, സജ്ജന സംഗതിരേഖ സജ്ജന സംസർഗം 1 മാത്രമാണ്. എന്തിനാണ് ഭാര്യയെക്കുറിച്ചും ധനത്തെക്കുറിച്ചും ചിന്തിച്ച് വിഷമിക്കുന്നത്? ഹേ മൂഢ, നിനക്ക് നിയന്താവായി ഒരാൾ ഇല്ലെന്നോ. ഈ 3 ലോകത്തിലും സംസാരസാഗരം കടക്കുവാനുള്ള തോണിയായിട്ട് ഭവിക്കുന്നത് സജ്ജന സംസർഗം 1 മാത്രമാണ്.
കാമിനി കാഞ്ചനങ്ങളിൽ മുഴുകിയ മനസ്സ് ഓരോ ചിന്തകളാലും അഭിവാഞ്ചകളാലും അസ്വസ്ഥമാകുന്നു. അപ്പോൾ മനോവീര്യത്തിന് കോട്ടമുണ്ടാകുന്നു. വിഷയലമ്പടത്വം കൊണ്ട് ഭാര്യയെ വെറും കാമപൂർത്തിക്കുള്ള ഒരു ഉപകരണമായി കാണുകയാണെങ്കിൽ വിവാഹത്തിൻ്റെയും മാതൃത്വത്തിൻ്റെയും പവിത്രത നഷ്ടമാകുന്നു. ആരാണ് ഭാര്യ എന്ന് സനാതനധർമ്മത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. ഭാര്യ സഹധർമ്മിണിയാണ്. അതായത് ധർമ്മം സംരക്ഷിക്കുവാനായി ഓരോന്ന് ചെയ്യുമ്പോൾ കൂടെയുള്ള ആളാണ് ഭാര്യ. ധർമ്മപത്നിയാണ്, ഗൃഹലക്ഷ്മിയാണ്. അർദ്ധനാരീശ്വര സങ്കല്പം സൂചിപ്പിക്കുന്നത് ഭാര്യ ഭർത്താവിൻ്റെ അർത്ഥഭാഗം തന്നെയാണെന്ന്. ഒരാൾ മറ്റൊരാൾക്ക് കൂട്ടായി തണലായിരിക്കണം, പരസ്പര പൂരകങ്ങളായിരിക്കണം ഭാര്യയും ഭർത്താവും. അതായത് ലോകത്ത് ജീവിക്കുമ്പോൾ ധർമ്മനിഷ്ഠയിൽ ചേരുന്ന പങ്കാളിയാണ് ഭാര്യ. ഭാര്യാഭർത്തൃബന്ധം പരസ്പര പൂരകമാണ്, വളരെ പവിത്രവുമാണ്. അങ്ങനെ വേണം അതിനെ നാം സ്വീകരിക്കേണ്ടത്. വിഷയഭോഗങ്ങളിൽ നിന്നും മനസ്സിനെ പിന്തിരിപ്പിച്ച് പ്രേയസിൻ്റെ മാർഗത്തിൽ നിന്നും ശ്രേയസിൻ്റെ മാർഗത്തിൽ പ്രവേശിക്കുവാൻ സജ്ജനങ്ങളുമായുള്ള സമ്പർക്കം നമ്മെ സഹായിക്കുന്നു. പ്രേയസിൻ്റെ മാർഗം ഭൗതികതയുടെ ലൗകികമായ കാര്യങ്ങളുടെ പിന്നാലെയുള്ള മാർഗമാണ്. അതേസമയത്ത് ശ്രേയസിൻ്റെ മാർഗം ഈശ്വര സാക്ഷാത്കാരത്തിന്, ആത്മസാക്ഷാത്കാരത്തിന് നമ്മെ നയിക്കുന്ന മാർഗമാണ്. ശാരീരിക നിലവാരത്തിലുള്ള ഇന്ദ്രിയ നിയന്ത്രണം അഥവാ ദമം മാനസികമായ ശാന്തിക്ക് അഥവാ ശമത്തിന് വഴിയൊരുക്കുന്നു. ശമമാണ് ഹൃദയത്തിൽ സന്തോഷവും സംതൃപ്തിയും വളർത്തുന്നത്. ഇങ്ങനെ ശാന്തിയും സന്തുഷ്ടിയും വിളയാടുന്ന ശുദ്ധമായ അന്ധഃകരണമുള്ള ഒരു സാധകൻ്റെ ശ്രവണം, മനനം, സ്വാധ്യായം, ആത്മവിചാരം എന്നിവ ഇഹത്തിൽ ഫലപ്രാപ്തി നേടും. ഈ ഉത്കൃഷ്ടമായ അവസ്ഥയിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുന്നതിന് സജ്ജന സംസർഗം മാത്രമാണ് ഒരു ഉപാധിയായിട്ടുള്ളത്. സാധനയുടെ ആരംഭത്തിൽ തന്നെ പുരോഗതി ത്വരിതപ്പെടുത്തി ലക്ഷ്യം നേടുവാനും സജ്ജന സംസർഗം സഹായിക്കുന്നു. സജ്ജന സംസർഗവും സത്സംഗവും ആത്മീയ പുരോഗതി ത്വരിതപ്പെടുത്തുന്നതിനാൽ അവയെ ഭവസാഗരം കടക്കുവാനുള്ള, അതായത് ഈ സംസാര സാഗരം കടക്കുവാനുള്ള തോണിയാണെന്ന് വിശേഷിപ്പിക്കുന്നു. ഈ ശ്ലോകത്തോടു കൂടി ദ്വാദശ മഞ്ജരിക സ്തോത്രം അവസാനിക്കുന്നു. ഈ 12 ശ്ലോകങ്ങളും പല്ലവിയും ശ്രീമദ് ശങ്കരാചാര്യസ്വാമികൾ സ്വയം തന്നെ രചിച്ചവയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. തുടർന്നുള്ള 14 ശ്ലോകങ്ങളെ ചതുർദശ മഞ്ജരിക സ്തോത്രം എന്നാണ് പറയുന്നത്. കാശി യാത്രയിൽ അന്ന് ആചാര്യസ്വാമികളുടെ കൂടെ ഉണ്ടായിരുന്ന 14 ശിഷ്യന്മാർ ഓരോ ശ്ലോകം വീതം രചിച്ചു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ജയ് സായിരാം.